ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രിയിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം നമ്മുടെ PSC വളരെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്, അതിനനുസരിച്ച് തന്നെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനുകളെ, അതും നമ്മൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷനുകളെ PSC നമുക്ക് തരുന്നുണ്ട്. ഇന്ന് ഒക്ടോബർ 30 ഒക്ടോബർ 30 നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 2 നോട്ടിഫിക്കേഷൻസ് വരുമെന്ന് PSC നമ്മളെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ 2 നോട്ടിഫിക്കേഷനും ഇന്ന് വന്നിരിക്കുകയാണ്. ഒരു സാധാരണ PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ അവസരങ്ങളാണ് ഈ 2 പോസ്റ്റുകൾ വഴിയും കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ കാത്തിരുന്ന കമ്പനി ബോർഡ് LGS തന്നെയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഇന്ന് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിൽ പോസ്റ്റിലേക്കുള്ളതാണ്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിൽ എന്നാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ 2 നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഏകദേശം 20ഓളം പോസ്റ്റുകളിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷനുകളാണ് ഇന്ന് PSC അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനതലം, ജില്ലാതലം, അതുപോലെ NCA, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്ന് തുടങ്ങി 20ഓളം പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷന് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് LGSന്റെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിലിന്റെയും നോട്ടിഫിക്കേഷന്റെ കാര്യമാണ്. നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 3 അത് ആദ്യമേ നിങ്ങളുടെ മനസ്സിൽ അങ്ങ് രജിസ്റ്റർ ചെയ്ത് വെക്കുക കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 3 അപേക്ഷിക്കാനുള്ളത്. ഇന്ന് മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തു തുടങ്ങാം. നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിച്ചാൽ അവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. സോ നമ്മുടെ പോസ്റ്റിന്റെ പേരറിയാമല്ലോ, LGS ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് എന്നുള്ളതാണ്. വേരിയസ് കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലാണ്. അതുകൊണ്ട് തന്നെ സാലറി എന്ന് പറയുന്നത് ആ കമ്പനി ബോർഡിനനുസരിച്ചിട്ടായിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ മാസം നമുക്ക് ആ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒക്ടോബർ 15 കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും ഇതേ കാര്യം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഓരോ കമ്പനി ബോർഡിനും അനുസരിച്ച് നമ്മുടെ സാലറി സ്കെയില് വ്യത്യാസപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ജോലി ലഭിക്കുന്നത് ഗവൺമെന്റിന്റെ ഓണർഷിപ്പിൽ വരുന്ന കമ്പനി ബോർഡുകളിലാണ്. ഇപ്പൊ KSEB, KSFE, KSRTC, KMML എന്ന് തുടങ്ങിയിട്ടുള്ള ധാരാളം കമ്പനി ബോർഡുകൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഓണർഷിപ്പിൽ വരുന്നുണ്ട്. അവിടേക്കുള്ള LGS പോസ്റ്റിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ്, പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നോട്ടിഫിക്കേഷൻ തപ്പി നിങ്ങൾ നമ്മുടെ പ്രൊഫൈലിൽ കിടന്നിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാറ്റഗറി നമ്പർ കൊടുത്താൽ മതി. കാറ്റഗറി നമ്പർ 423/2025 ആണതും മനസ്സിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. 2 കാര്യങ്ങൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഒന്ന് കാറ്റഗറി നമ്പർ, ഒന്ന് അവസാന തീയതി. ഏതൊക്കെ? 423/2025 കാറ്റഗറി നമ്പർ. ഡിസംബർ 3 അവസാന തീയതി. നമ്മൾ പറഞ്ഞു ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എന്നാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര്. വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനി ഓർ കോർപ്പറേഷൻ ബോർഡുകളിലാണ് നമുക്ക് നിയമനം വരുന്നത്. 423/2025 കാറ്റഗറി നമ്പർ. അവസാന തീയതി 3/12/2025 ഡിസംബർ 3. ഇനി നിങ്ങളുടെ സംശയം, നിങ്ങളുടെ പ്രായം അനുസരിച്ച് ആർക്കൊക്കെ അപേക്ഷിക്കാം അല്ലെ? 18 മുതൽ 36 വയസ്സ് വരെയുള്ള ജനറൽ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. OBC-ക്കാർക്ക് സാധാരണ പറയുന്നത് പോലെ 3 വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവും, SC/ST വിഭാഗക്കാർക്ക് 5 വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? OBC ആണ് എന്നുണ്ടെങ്കിൽ 39 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണ് എന്നുണ്ടെങ്കിൽ 41 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 18 to 36 ജനറൽ കാറ്റഗറികളാണെങ്കിൽ അപേക്ഷിക്കാനുള്ള പ്രായം. പ്രത്യേകം ഒരു തീയതി എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതും ശ്രദ്ധിക്കണം. നിങ്ങൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. എന്നാൽ മാത്രമേ ഈ 2 തീയതികളും ഉൾപ്പെടെ ഇതിനുള്ളിൽ ജനിച്ചവരാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് ക്വാളിഫിക്കേഷന്റെ കേസ്. നമുക്ക് കമ്പനി ബോർഡ് LGSനോട് ഇത്ര സ്നേഹം തോന്നാൻ കാരണങ്ങൾ 2. ഒന്ന് എന്ന് പറയുന്നത് ഇത് 7ാം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കി വരുന്ന ഒരു പരീക്ഷയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇതിനോട് കൂടുതൽ താല്പര്യം എന്താ? നോർമലി LGS പോസ്റ്റുകൾക്ക് ഡിഗ്രി ഹോൾഡേഴ്സിന് എഴുതാനായിട്ട് സാധിക്കാറില്ല. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ വരുന്ന LGS പോസ്റ്റുകളിൽ ഡിഗ്രി ഹോൾഡേഴ്സിന് എഴുതാൻ സാധിക്കില്ല. പക്ഷേ
നമ്മുടെ കമ്പനി ബോർഡ് LGSൽ ഒരു ഗുണമുണ്ട്. നമ്മളിപ്പോൾ ഡിഗ്രി ഉള്ളവരോ PG ഉള്ളവരോ ഏത് ഉയർന്ന യോഗ്യതയുള്ളവരാണെങ്കിലും കമ്പനി ബോർഡ് LGS നമുക്ക് എഴുതാം, അപ്ലൈ ചെയ്യാം, എഴുതാം, ജോലി കിട്ടുകയും ചെയ്യും. അപ്പോൾ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് 7ാം ക്ലാസ്സും അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യ യോഗ്യത, ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിലും നമുക്ക് അപേക്ഷിക്കാം. നിങ്ങൾ ഡിഗ്രിയോ PG ഉള്ളവരായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ഇതിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നോളജ് ഇൻ സൈക്ലിംഗ്, സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം. അതിപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അത് പുരുഷന്മാർക്ക് മാത്രമാണ് കേട്ടോ അത് ബാധകം. സ്ത്രീകളെയും ഭിന്നശേഷിക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെയും ഈ ഒരു സൈക്ലിങ്ങിൻ്റെ ഒരു സ്കില്ലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. സോ 7ാം ക്ലാസ്സും അതിൻ്റെ ഉയർന്ന യോഗ്യതകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനി ബോർഡ് LGSന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കമ്പനി ബോർഡ് LGSനെ പറ്റി പറയാനായിട്ടുള്ളത്. ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ 423/2025 7 മുതൽ അങ്ങ് PG വരെ പഠിച്ച ആളുകൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 18നും 36നും ഇടയിലാണ്. ഏജ് റിലാക്സേഷൻ ഉള്ള കാറ്റഗറികളുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിൽ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു പരീക്ഷ വിളിക്കുന്നത്. ജയിൽ വകുപ്പിലേക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമുക്കറിയാം അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ പോസ്റ്റിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ഇതിന്റെ യോഗ്യത SSLC ആണ്. മറ്റുള്ള ഫോഴ്സ് പരീക്ഷകളൊക്കെ +2 ലെവൽ ആകുമ്പോൾ ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് SSLC ആണ്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ, ഫീമെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു ഇനി മെയിൽ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആക്കി മാറ്റും എന്നുള്ളത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് എന്താണ്, ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് യോഗ്യത പുതുക്കി +2 ആക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ അവിടെയും നമുക്ക് തെറ്റി. പഴയ യോഗ്യതയെ അതേപടി തുടരും വിധമാണ് പുതിയ നോട്ടിഫിക്കേഷനും PSC തന്നിട്ടുള്ളത്. സോ 27,900 രൂപ മുതൽ 63,700 രൂപ വരെ സാലറി സ്കെയിൽ വരുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. അവിടെയും പ്രതീക്ഷിത ഒഴിവുകൾ, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് നമുക്ക് പറയുന്നത്. അവസാന തീയതി അതിനും 3/12/2025 ആണ്. കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 420/2025 ആണ്. നോക്കിക്കേ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ മെയിലാണ്. പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ജയിൽ വകുപ്പിലേക്കാണ്. കാറ്റഗറി നമ്പർ 420/2025 ആണ്. അവസാന തീയതി നമ്മൾ LGSന് പറഞ്ഞതുപോലെ തന്നെ 3/12/2025. ഇനി ഇവിടെയും ഏജ് എന്ന് പറയുന്നത് 18നും 36നും ഇടയിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2/1/1989നും 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട് കേട്ടോ. ഉയർന്ന പ്രായപരിധി ഇപ്പോൾ SC ST വിഭാഗക്കാർക്ക് 5ഉം OBC വിഭാഗക്കാർക്ക് 3ഉം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ OBC ആണെങ്കിൽ 39ഉം SC ST ആണെങ്കിൽ 41ഉം അത് ഇവിടെയും ഉണ്ട്. യോഗ്യത അല്ലെ, യോഗ്യതയുടെ കാര്യം ഇതുവരെ പരീക്ഷ നടന്നത് SSLC യോഗ്യത വെച്ച് തന്നെയായിരുന്നു. ഇനി മുതൽ മാറും, യോഗ്യത മാറി +2ലേക്ക് മാറുന്നു എന്നൊരു അറിയിപ്പുണ്ടായിരുന്നു. പക്ഷെ ആ അറിയിപ്പ് ഈ നോട്ടിഫിക്കേഷനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. SSLC തന്നെയാണ്. സോ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ 2 നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാം, 10th യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 10ാം ക്ലാസ്സോ തത്തുല്യ യോഗ്യതയോ ആണ് പറയുന്നത്. പിന്നെ ഇതൊരു ഫോഴ്സ് പരീക്ഷ, ഒരു യൂണിഫോം തസ്തികയിലേക്കുള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ എന്താണ് കുറച്ച് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. നമ്മുടെ ഉയരം അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുകൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം. ഉയരം പറയുന്നുണ്ടടാ, 165 സെന്റിമീറ്റർ ആണ് ഉയരം പറയുന്നത്. ഇനി നിങ്ങളൊരു SC ST വിഭാഗക്കാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 160 സെന്റിമീറ്റർ ഉയരം മതിയാകും. ഓക്കെ, ജനറൽ വിഭാഗക്കാർക്ക് 165 സെന്റിമീറ്റർ ഉയരവും SC ST വിഭാഗക്കാർക്ക് 160 സെന്റിമീറ്റർ ഉയരവുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ, കാഴ്ചശക്തിയെ കുറിച്ചും പറയുന്നുണ്ട്. വിത്തൗട്ട് ഗ്ലാസ്, നിങ്ങൾ കണ്ണട വെക്കുന്നവരാണെങ്കിൽ കണ്ണട ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് വിഷൻ, ഡിസ്റ്റന്റ് വിഷൻ ആണെന്നുണ്ടെങ്കിൽ വലത് കണ്ണിനും ഇടത് കണ്ണിനും 6/6 സ്നെല്ലൻ വേണം. നിയർ വിഷൻ ആണെങ്കിൽ 0.5 സ്നെല്ലൻ ആയിരിക്കണം 2 കണ്ണിനും വേണ്ടത്. അതായത് സ്റ്റാൻഡേർഡ് വിഷൻ, സാധാരണയുള്ള കൃത്യമായ ഒരു കാഴ്ചശക്തി നമുക്ക് ഉണ്ടാകണം. അപ്പൊ ഇങ്ങനെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് കൂടി എവിടെ പറയുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് പറയുന്നുണ്ട്. അത് ഫീമെയിലിനും അങ്ങനെ തന്നെ ആയിരുന്നു. ഹൈറ്റിന്റെ കാര്യത്തിൽ മാത്രമേ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ
കാത്തിരുന്ന 2 നോട്ടിഫിക്കേഷനുകൾ അല്ലെ. ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്ന 2 കിഡിലം പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. സോ ഒരു ഡിലേയും ഇതിനകത്ത് വെക്കാണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ലൈ ചെയ്യുക. എനിക്കറിയാം നിങ്ങളൊക്കെ കുറെ കാലമായിട്ട് കാത്തിരുന്ന 2 നോട്ടിഫിക്കേഷനുകളാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ താഴെ കമന്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത് കമ്പനി ബോർഡ് LGS എന്നാണ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നാണ് എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. സോ പെട്ടെന്ന് തന്നെ പോയി അപ്ലൈ ചെയ്യുക. 3-ാം തീയതിയാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. നമ്മുടെ ഡിസംബർ 3-ാം തീയതിയാണ്, അത് ഓർത്ത് വെക്കുക. ഡിസംബർ 3 കേട്ടോ, ഡിസംബർ 3 അവസാന തീയതി. കമ്പനി ബോർഡ് LGS ആണെങ്കിൽ 423/2025 നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആണെങ്കിൽ 420/2025 കാറ്റഗറി നമ്പർ വരുന്നത്. സോ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. അടുത്ത വർഷം ആദ്യമൊക്കെ തന്നെ നമുക്ക് പരീക്ഷയൊക്കെ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒക്കെ ഒറ്റത്തവണ പരീക്ഷയായിരിക്കും. ഇപ്പോൾ ഫീമെയിലിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ മാസം വന്നിട്ട് ജനുവരിയിലാണ് പരീക്ഷ ഡിക്ലെയർ ചെയ്തേക്കുന്നത്. അതായത് ഒരു 3-4 മാസത്തെ ഗ്യാപ്പ് എക്സാമിന് വെച്ചിട്ടുള്ളൂ. ഇവിടെയും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. കമ്പനി ബോർഡ് LGS കഴിഞ്ഞ തവണ 2 ഘട്ട പരീക്ഷയായിട്ടാണ് നടത്തിയത്. 10th പ്രിലിംസിനൊപ്പം ഒരു പ്രിലിംസും പിന്നീട് ഒരു മെയിൻസും ആണ് നടത്തിയത്. ഇത്തവണ എങ്ങനെയായിരിക്കും എന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് PSC തരേണ്ടതായിട്ടുണ്ട്. സോ നമ്മളതൊന്നും നോക്കുന്നില്ല, നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നു, കൃത്യമായിട്ട് ആ ഒരു വിജയത്തിലേക്ക് നമ്മൾ എത്തുന്നു, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ കമ്പനി ബോർഡ് LGSന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ 150 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. സോ അതൊക്കെ നോക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, അതിനൊക്കെ റിപ്ലൈ തരാനായിട്ട് ഞാൻ ഉണ്ടാകും. അപ്പോൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ബാച്ചുകളെ കുറിച്ച് അറിയാനായിട്ട് ചോദിക്കാം. ഇതൊക്കെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങുക. അടുത്ത 2 വർഷത്തിനുള്ളിൽ നമ്മളും ഒരു സർക്കാർ ജോലി നേടിയിരിക്കുമെന്ന് തീർച്ചപ്പെടുത്തുക. നമ്മുടെ ഈ വർഷം അവസാനിക്കാൻ ഇനി 2 മാസം കൂടെ ഉള്ളൂ അല്ലേ. നമ്മുടെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അതാകട്ടെ. അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.